ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈക്രോഗ്രീൻസിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇന്ന് നമ്മൾ എങ്ങനെ മൈക്രോഗ്രീൻസ് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളതും അത് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ തരം ഡിഷസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് റെസിപ്പി ഐഡിയാസുമാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ വിത്തുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരം ധാന്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ വൻപയറോ ചെറുപയർ, കടല, അതുപോലെയുള്ള എല്ലാ സീഡ്സ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കടുക്, പിന്നെന്താണ് ഉലുവ, അങ്ങനെ ഒരുവിധം നമ്മൾ കിച്ചണിലുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഈ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൊറോണയും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഇലക്കറികൾ വാങ്ങാൻ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴുകി ആ ഒരു ടെൻഷനിൽ നമുക്ക് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇലക്കറികൾ ജസ്റ്റ് ഒരു 10 ദിവസം കൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണല്ലേ. അപ്പോൾ ഒരു 7 മുതൽ 10 ദിവസം വരെ പ്രായമുള്ള ഈ ചെടികളെയാണ് നമ്മൾ നോർമലി മൈക്രോഗ്രീൻസ് എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ കാണാൻ വീഡിയോയിൽ ഒരു 2 ഇല പരുവത്തിൽ വരുന്ന ഈ ഒരു ചെടികളാണ് മൈക്രോഗ്രീൻസ്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയുടെ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ഒരു വയസ്സാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം നമ്മൾ നോർമലി ഉള്ള ഇലക്കറികളിനേക്കാളും ഏകദേശം 40 ഇരട്ടിയോളം അധികം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം. ആദ്യം നമ്മൾ ഇത് വെച്ച് ഒരു സ്പ്രോട്ട്സ് ഉണ്ടാക്കും. നമ്മൾ സാധാരണ വീട്ടിൽ മുളപ്പിച്ചിട്ടുള്ള ചെറുപയറൊക്കെ ഉണ്ടാക്കുന്നതാണല്ലേ. ഇപ്പോൾ ഞാനിവിടെ ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരം വിത്തുകൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ദിവസം സോക്ക് ചെയ്യും. രണ്ടാമത്തെ ദിവസം നമ്മൾ നോർമലി സ്പ്രോട്ട്സ് ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ മുളപ്പിക്കുന്നത് പോലെ ഒരു കിഴി കെട്ടിയിട്ട് വെക്കും. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അതിന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ കിഴികെട്ടി വെക്കുന്നതിന് പകരം ഈ നമ്മൾ ടിഷ്യൂവിൽ വിത്തിട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു ലെയർ ടിഷ്യൂ കൂടെ വെച്ച് നനച്ചു കൊടുത്തിട്ട് അങ്ങനെ സ്പ്രോട്ട്സ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഞാനിന്ന് നമ്മൾ നോർമലി ഉണ്ടാക്കിയിട്ടുള്ള സ്പ്രോട്ട്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനുശേഷം വീഡിയോയുടെ അവസാനം ഈ ഒരു ചെടികൾ വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു മൈക്രോഗ്രീൻസ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കുറച്ച് റെസിപ്പി ഐഡിയാസും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തയും ചെറുപയർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇത് ഏകദേശം ഒരു 24 hours നമ്മൾ സോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 24 hours കഴിഞ്ഞു. ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള തുണിയിലോട്ട് നമുക്കിത് മാറ്റി നല്ല കിഴി പോലെ കെട്ടിവെക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഡിഷിലോട്ട്, നമ്മൾ വളർത്തേണ്ട ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് അത് നനച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ ഇന്ന് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കിഴികെട്ടി വെച്ചിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടറിൽ ടോപ്പിലോ എവിടെയെങ്കിലും ആയിട്ട് നമ്മളൊരു കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു 24 hours കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഏകദേശം ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 24 hours കുറച്ചധികം ഞാനിവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പയറൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം. ഇത് വെള്ളത്തിൽ വെക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ തെർമോക്കോളിൻ്റെ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്യൂർ വെച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ മുളപ്പിച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ഒന്നിനു മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഹോൾസൊക്കെ ബാക്കിയുണ്ട്. ആ ഏരിയയിലൊക്കെ കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് ഓരോരോ ചെറുപയർ മണികളായിട്ട് വെച്ച് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൻ്റെ മുകളിലോട്ട് മാറ്റുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് വെള്ളം നിറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കാം. ഓക്കെ, ഇപ്പോൾ തെർമോക്കോളിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് അത് സിങ്കായി പോവില്ല. മറ്റുള്ള പാത്രമാണെങ്കിൽ താഴെ മുങ്ങിപ്പോവാത്ത രീതിയിൽ വേണം നോക്കാനായിട്ട്. ജസ്റ്റ് വെള്ളത്തിൽ തട്ടി നിൽക്കാനേ പാടുള്ളൂ. ഇനി സെക്കൻഡ് മെത്തേഡായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3-4 ലെയർ ടിഷ്യൂ പേപ്പർ നമുക്ക് വിരിച്ചു കൊടുക്കാം. ടിഷ്യൂവിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയ കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യാം. ആ ടിഷ്യൂ മുഴുവനായിട്ട് നനയുന്നത് വരെയാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുപയറിൻ്റെ വിത്തുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് ഒന്നിന് മുകളിലൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ വിതറി കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇത് നമ്മളെല്ലാം നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമ്മൾ ടിഷ്യൂലായിട്ട് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു 2 മുതൽ 3 തവണ വരെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 3 ദിവസം കഴിഞ്ഞ് വെള്ളം താഴെ ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കി കൊടുത്താൽ മാത്രം മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം താഴെ ഉള്ള ബൗളിലോട്ട്. ഓക്കെ, അപ്പോൾ ഇതായി ടിഷ്യൂലുള്ളത് നമ്മൾ ഡെയിലി ഒരു 2-3 തവണ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് മാത്രമേ വളർന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ട് വളർന്ന് കഴിഞ്ഞാലുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടത് മുതൽ ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെ ഏകദേശം ഒരു 10 ദിവസമാണ് എടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീൻസ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായിട്ട് നമ്മളെന്താ ഇത് നമുക്കിത് പൊക്കി നോക്കാം. നിങ്ങൾക്ക് കാണാം ഇത് എത്രമാത്രം എന്താ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ വേരുകളുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്, പെട്ടെന്ന് വളർന്ന് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്താണ്. ഇതാണെങ്കിലും അത്യാവശ്യം നല്ല ഒരുപാട് വളർന്നിട്ട് നമ്മളിതിൽ കുറച്ചുകൂടെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാം. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂയുടെ മുകളിൽ ക്യാൻ സീ ദിസ്. അപ്പോൾ ഇത് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു 7 ദിവസമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വേരിൽ അത്ര കയ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ചും കൂടെ അധികം ദിവസമായ വേരിൽ ചെറിയൊരു കയ്പ് രസം തോന്നും. സോ അതിൻ്റെ മുകളിലുള്ള ഭാഗം മാത്രം ചെയ്യാം. പിന്നെ ഈ ഒരു മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ നോർമലി നമ്മൾ സാധാരണ ഇലക്കറികൾ ചെയ്യുന്നത് പോലെ തോരൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത് പ്രത്യേകിച്ച് നമ്മൾ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഐറ്റമാണ്. പിന്നെ രണ്ടാമത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഓംലെറ്റ്സിൽ നമുക്കിത് ആഡ് ചെയ്യാം. നോർമലി പിള്ളേർക്ക് നമുക്ക് ഈ ലീഫി വെജിറ്റബിൾസൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു മൈക്രോ ഗ്രീൻസ് കുറച്ചുകൂടി ഈസിയാണ് അവരെ കഴിപ്പിക്കാനായിട്ട്. കാരണം നമ്മളിത് നൂഡിൽസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അവർക്ക് അതൊക്കെ ഇഷ്ടമാണല്ലേ. സോ ആ ഒരു ഡിഷസിൻ്റെ കൂടെയും നമുക്ക് ആഡ് ചെയ്യാം. ഈ നൂഡിൽസിലും ഫ്രൈഡ് റൈസിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യില്ലേ, ആ ഒരു സമയത്ത് ഈ മൈക്രോ ഗ്രീൻസ് ആഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക, വെക്കുക. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. കാരണം ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അപ്പോൾ നമ്മളധികം വഴറ്റേണ്ടതോ പിടിക്കേണ്ടതോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം മതി. അപ്പോഴേക്കും തന്നെ ആ ഒരു ഒന്ന് ടെൻഡറായി. ഇതിപ്പോൾ തന്നെ നമുക്ക് നല്ല ടെൻഡറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, അത്രയും നല്ല മോയ്സ്നെസ് ഉണ്ട്, നല്ല ടെൻഡറായിട്ടാണ് ഇരിക്കുന്നത്. സോ ജസ്റ്റ് ഒരു ലാസ്റ്റ് ടൈം മാത്രം നമ്മൾ ആഡ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ നോർമലി ഈ പരിപ്പും അല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയിലൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാറുണ്ടല്ലേ, അപ്പോൾ അതിന് പകരം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ലീഫി വെജിറ്റബിൾസ് എന്തിനൊക്കെ യൂസ് ചെയ്യണം അതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് ടൈപ്പ് സാലഡ്സ് നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോർമലി ഇപ്പോൾ റംസാനാണ് വരുന്നത്, അപ്പോൾ അതിലൊരുപാട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഏത് സ്നാക്സിൻ്റെ കൂടെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് അവസാന ഭാഗത്തോട്ട് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ഇത് വെന്ത് അടിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം നമ്മളിത് ആഡ് ചെയ്താൽ മതി. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്യാതെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൊറോണയും ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നമുക്ക് വീട്ടിൽ വേണ്ട ആ ഒരു വെജിറ്റബിൾസ് അല്ലെങ്കിൽ ആ ഇലക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.